ഹായ് ഫ്രണ്ട്സ്, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR 2026 എങ്ങനെ നമുക്ക് ഓൺലൈനായി ചെയ്യാമെന്നുള്ളത് നോക്കാം. കുറച്ച് പേരെങ്കിലും അല്ലാതെയും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ചെയ്തിട്ടുണ്ട്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ആദ്യമായി ചെയ്യേണ്ടത് ECI ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലോട്ട് പോവുക. ECI.gov.in അവിടെ ചെന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ലോഗിൻ ചെയ്യുക. നമ്പർ കൊടുത്ത് ഫിഗറും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഒരു OTP വരും. നമ്മൾ ആ OTP കൊടുക്കേണ്ട സ്ഥലത്തേക്ക് കൊടുത്ത് OTP എൻ്റർ ചെയ്യേണ്ട സ്ഥലത്ത് OTP എൻ്റർ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ സർവീസ് പോർട്ടൽ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനായിട്ടുള്ള നമുക്കുള്ള ഒരു ഇതുണ്ട്, അതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയും ബാക്കി ഇതിലോട്ട് പോകുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കണം. നമ്മുടെ ആ ഒരു ഇതിലോട്ട് കടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പേജിൽ ഇതിൽ നമുക്ക് പലതരം ഓപ്ഷൻസ് കാണാം. അതേതൊക്കെയാണെന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ഉപയോഗമില്ല, എങ്കിലും നമ്മളൊന്ന് നോക്കി വെക്കേണ്ടതാണ്. നമ്മൾ ഭാവിയിൽ ചിലപ്പോൾ ഡിലീഷനോ കറക്ഷനോ എന്തെങ്കിലും ഉപയോഗം വരും. അതൊന്നും വരാതെ ഏറ്റവും താഴെ വരണം. അതിൽ സർവീസസിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR 2026 കാണും. ഫിൽ ഇനോമറേഷൻ ഫോറം, സെലക്ട് യുവർ നെയിം ഇൻ ദ ലാസ്റ്റ് SIR എന്ന് കാണും. അതിൽ ലാസ്റ്റ് SIRൽ നമ്മൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ അറിഞ്ഞ് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഏതൊരു സ്ഥലത്താണ്, ഏത് സംസ്ഥാനത്താണ്, ഏത് ലോക്കൽ ബോഡിയിലാണെന്നൊക്കെ അറിഞ്ഞ് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി, ഏത് ബൂത്തിലാണ് എന്നൊക്കെ ഉള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ലിസ്റ്റ് കിട്ടും. നമ്മുടെ പേരുണ്ടെങ്കിൽ 2002 നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നെങ്കിൽ നമ്മളെ പേര് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ കാണും. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ പേര് ആ ഒരു പാർട്ട് എവിടെയാണ്, പാർട്ട് സീരിയൽ നമ്പർ അതൊക്കെ നമ്മൾ എഴുതി എവിടെയെങ്കിലും എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ആ ഫോം ഫില്ല് ചെയ്ത് തുടങ്ങേണ്ടത്. ഫസ്റ്റ് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഡെസ്ക്ടോപ്പ് മോഡ് ഉണ്ടല്ലോ നമ്മുടെ ഫോണിൽ, ഇത് ഫോണിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പ്യൂട്ടറിൽ നിന്നും ചെയ്യാം, ലാപ്ടോപ്പിൽ നിന്ന് ഏത് വേണോ ചെയ്യാം. ഫോണിൽ ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് മോഡ് മാറ്റിയിട്ട് ചെയ്യാനാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വരുമ്പോൾ എല്ലാ ഫോണിലും അങ്ങനെ കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല. ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ട് അത് സേവ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഓവർലാപ്പ് ഓപ്ഷൻസ് വരുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സേവ് ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതൊക്കെ സൂം ചെയ്യുന്നതും ഒരുമിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഡെസ്ക്ടോപ്പ് മോഡ് മാറ്റിയിട്ട് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഫില്ല് ചെയ്യാനിലേക്ക് പോകണം. ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ എവിടെയാണെന്നുള്ളത് നമ്മുടെ വോട്ടേഴ്സ് IDയുടെ നമ്പറും WRS UYX എന്നൊക്കെ തുടങ്ങുന്ന ആ നമ്പറുണ്ടല്ലോ, ആ നമ്പർ അവിടെ എഴുതുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ എവിടെയാണ് നമുക്ക് വോട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് കാണിക്കും. അതിൽ കാണാൻ എന്തൊക്കെ ഓപ്ഷൻ കാണിക്കും എന്നുള്ളത് പാർട്ട് നമ്പർ എല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഓപ്ഷൻസൊക്കെ ചെയ്തിട്ട് നമുക്കൊരു OTP വരും. അത് ശരിയാണോന്ന് അറിയാനായിട്ട് നമ്മളെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ OTP വെരിഫൈ ചെയ്യാൻ വരും. അങ്ങനെ OTP വെരിഫൈ ചെയ്ത് കൊടുക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായി വരും. ഏതാണ് ഇലക്ഷൻ കമ്മീഷന് നമ്മളെ പറ്റിയിട്ട് അറിയാമെന്നുള്ളതെല്ലാം അതിൻ്റെ അകത്ത് വരും. ആ OTP ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് SIRലെ ഡീറ്റെയിൽസാണ് ചോദിച്ചിരിക്കുന്നത്. 2002 നമ്മൾ എഴുതി വെച്ചാൽ അതിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നമ്മളെ പേരും കൊടുത്ത് ഏത് പാർട്ട് സീരിയൽ നമ്പർ കൊടുക്കണം, ഏതാണെന്നുള്ള ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളതല്ല എങ്കിൽ നമ്മളെ പാരൻസിൻ്റെ ആണെങ്കിൽ നമ്മളെ പാരൻസിൻ്റെത് കൊടുത്തിട്ട് ആരുടെയെങ്കിലും ഒരാളെ മതി, ഒരാളുടെ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഏത് പാർട്ട് നമ്പർ സീരിയൽ നമ്പറൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ പേര് ചോദിച്ചാൽ നമ്മുടെ അച്ഛൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഇലക്ഷൻ ID കാർഡ്, പിന്നെ അമ്മയുടെ പേര്, അമ്മയുടെ ഇലക്ഷൻ ID കാർഡ്, നമുക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ പാർട്ട്ണറുടെ പേര്, പാർട്ട്ണറുടെ ഇലക്ഷൻ ID കാർഡ്, അത് എല്ലാം ഫില്ല് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ആധാറൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആധാറും ഫില്ല് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യണം. എപ്പോഴത്തേക്ക് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകണം. ആ ഒരു ബ്ലൂ കളറിലെ അതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷമാണ് പോകേണ്ടത്. എപ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത ആ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള 2002 ആ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പേര് അവിടെ കാണാൻ സാധിക്കും. എന്ത് റിലേഷനോ ആരുമായിട്ടുള്ള റിലേഷനോ ഏത് പാർട്ട് നമ്പർ സീരിയൽ നമ്പർ നമ്മൾ നേരത്തെ നോക്കിയ സംഭവം അവിടെ കാണാൻ പറ്റും. ആ ഒരു ഇത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ അത്രയും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് അടുത്ത സ്റ്റെപ്പും കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്.
ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യണം. ഇതിൽ കാണിച്ചിട്ടില്ല, സോറി. അപ്പം അടുത്ത് നമ്മൾ ഫോട്ടോ അതിൽ പറയുന്ന ഒരു അളവുണ്ട്, അതിൽ തന്നെ നമ്മൾ ഫോട്ടോ ആ ഒരു സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. അതിൽ സൂം ചെയ്യുകയോ എന്ത് ചെയ്യുകയോ റൊട്ടേറ്റ് ചെയ്യുകയോ എന്ത് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് സേവ് ചെയ്യുക. അത് സേവ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമുക്കൊരു അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരും. നമ്മൾ ആധാറിൻ്റെ ആയിട്ട് ലിങ്ക് ചെയ്യുന്ന ആ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അവിടെ ഇതേപോലെ ആധാർ നമ്പർ കൊടുത്തിട്ട് നമുക്കൊരു ആധാർ നമ്പർ കൊടുത്തത് ചെയ്യുമ്പോഴത്തേക്ക് OTP വരും. ആധാർ OTP ആണ്. ആധാർ OTP വരുമ്പോഴത്തേക്ക് നമ്മളെ നമ്പറിൽ വരുന്ന OTP, ഏത് നമ്പറിലാണ് ആധാർ കൊടുത്തിരിക്കുന്നത് ആ ഫോൺ നമ്പറിലായിരിക്കും ആ OTP വരുന്നത്. ആ OTP നമ്മളവിടെ സേവ് ചെയ്യുക, ഓക്കെ ചെയ്യുക. അത് ചെയ്ത് അത് ലോഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ബാക്ക് അടിക്കാനോ അതിൽ നിന്ന് ആ ഒരു പേജിൽ നിന്ന് പോകാനോ പാടില്ല. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് സക്സസ് ആയി കാണിക്കും, അത് ഓക്കെ ആയി എല്ലാം ഓക്കെ ആക്കി കാണിക്കും, ആ ഒരു ആധാറും ലിങ്കായി ആ ഒരു ഇതിലോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിവ്യൂ കൊടുക്കണം. പ്രിവ്യൂ കൊടുത്ത് ഈ ആധാറും നമ്മൾ OTPയും കൊടുത്ത് അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷനിൽ ആധാർ കൊടുക്കുന്നതാണ് നല്ലത്. 2 ഓപ്ഷനിൽ ആധാർ കൊടുക്കാനുണ്ട്, അതിൽ ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കാനാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിവ്യൂ ചെയ്ത് അത് കറക്റ്റാണോ എന്നൊക്കെ ഉള്ളത് നോക്കി ഒന്നും കൂടി നോക്കിയിട്ട് അത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് ഉള്ളൊരു ഇത് നമ്മൾ അതിനകത്ത് കാണിക്കും, ഡിസ്പ്ലേയിൽ കാണിക്കും. കറക്റ്റായിട്ട് നമ്മൾ എനോമറേഷൻ ഫോം ഫില്ല് ചെയ്ത് അത് റെക്കോർഡായിട്ട് പിന്നെ നമ്മൾ ആ രജിസ്റ്റർ ചെയ്ത നമ്മളെ ഫോൺ നമ്പറിലേക്ക് ഒരു മെസ്സേജും കൂടി ആ സമയത്ത് വരും. നമ്മൾ ആ റെസിപ്റ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് ചെയ്തോ നമ്മൾ ഫോണിലോ സൂക്ഷിച്ച് വയ്ക്കണം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പിന്നെ അത് കാണിക്കാനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫോം എന്ത് ചെയ്യണം, ഫില്ല് കിട്ടിയത് നമ്മൾ അത് സൂക്ഷിച്ച് വയ്ക്കണം. അതിൽ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ അത് BLO വരുമ്പോഴത്തേക്ക് BLO കാണിക്കുകയും ചെയ്യാം. നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് ചെയ്യാവുന്ന കുറച്ച് സഹായമാണ്. വീട്ടിലൊക്കെ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് ഇതേപോലെയുള്ള കുഞ്ഞ് സഹായം ചെയ്താൽ അവർക്കും അതൊരു ഉപകാരപ്രദമായ ഒരു വസ്തുതയായി മാറും. അതുകൊണ്ട്